കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മക്കയിൽ ദുരിതം. സുസു കാർഡ് കിട്ടാത്തതിനാൽ 100-ലേറെ തീർത്ഥാടകർ മക്കയിൽ കുടുങ്ങി. സുസു കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഹജ്ജ് ചെയ്യാൻ അനുമതിയുള്ളത്. 5-ാം തീയതി മക്കയിലെത്തിയ 154 പേർക്കാണ് സുസു കാർഡ് കിട്ടാത്തത്. പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിയിരിക്കുകയാണ് ഈ ഹജ്ജ് തീർത്ഥാടകർ. സർക്കാർ ഉടൻ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏതായാലും വിഷയത്തെക്കുറിച്ച് പരിശോധിച്ചു വരികയാണെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ടി വി പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? 150-ലേറെ പേരാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും കലക്ടർ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നതും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവരുടെ ഒരു അവസ്ഥ എന്താണ്? സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ ഇവരുമായി? കരിപ്പൂരിൽ നിന്ന് തീർത്ഥാടനത്തിന് പോയ 154 പേരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. വിനീത, നുസുക്ക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് തീർത്ഥാടനത്തിന് പോകാനോ ആ എത്തിയ കെട്ടിടത്തിൽ നിന്ന് പുറത്തു പോകാനോ ഒക്കെയും കഴിയൂ. അതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പേർ രാത്രി 11 മണിയോടുകൂടി ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ തന്നെ ആ 2 പേരെയും പോലീസ് പിടികൂടി മക്കയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ പുറന്തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് അടുത്ത ദിവസം രാവിലെയാണ് ഈ 2 പേരും തിരിച്ചെത്തിയത്. അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പറയുന്ന ക്യാമ്പിലാണ് ഉണ്ടായത്. അത് വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തത്. ഇപ്പോൾ അവർക്ക് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറോടും അതുപോലെ ഇതിൻ്റെ സ്പെഷ്യൽ ഓഫീസറോടും മലപ്പുറത്ത് സംസാരിച്ചു. അവർ പറയുന്നത് ഉടനടി തീരുമാനമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എപ്പോൾ തീരുമാനമാകും എന്നത് സംബന്ധിച്ച് ഒരു പിടുത്തവുമില്ല. എന്തായാലും 154 പേരാണ് ഒരൊറ്റ ബാച്ചിലുള്ളത്. അതുകൂടാതെ തൊട്ടടുത്ത കെട്ടിടത്തിലുള്ളവർക്കും ഇതേ ബുദ്ധിമുട്ടുള്ളതായി ഇവർ പറയുന്നുമുണ്ട്. എന്തായാലും ഈ കാർഡില്ലാതെ, അതായത് നുസുക്ക് കാർഡ് എന്നാണ് അതിൻ്റെ പേര്, അതില്ലാതെ പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവിടെ പോലീസ് ഉള്ളത്. മാത്രമല്ല, ഈ പറയുന്ന ചടങ്ങുകളെല്ലാം ചെയ്യണമെങ്കിൽ ഈ കാർഡ് ഉണ്ടാകണം. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ട് ഇനിയിപ്പോൾ അവർക്ക് അവിടുന്ന് തീർത്ഥാടനത്തിന് പോകേണ്ടതാണ്. ഈ സാഹചര്യത്തിൽ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്പെഷ്യൽ ഓഫീസർ വിശദീകരിക്കുന്നത് നേരത്തെയൊക്കെ ഡൗൺലോഡ് ചെയ്ത ഇത് കൈവശം വെച്ച് കഴിഞ്ഞാൽ, കാർഡ് കൈവശം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാനുള്ള അനുമതി ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ പോലീസ് പറയുന്നത് ഈ കാർഡ് തന്നെ പ്രിന്റ് ചെയ്തെടുത്ത് അത് കഴുത്തിൽ ID കാർഡായി തൂക്കിയത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അങ്ങനെ കാർഡായി തൂക്കിയാൽ മാത്രമേ അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ അനുമതിയുള്ളൂ എന്ന് തന്നെയാണ്. എന്തായാലും ഇതിൽ മലപ്പുറം ജില്ലാ ഭരണകൂടം, സംസ്ഥാന സർക്കാർ, അതുപോലെ തന്നെ എംബസി എല്ലാം ഇടപെട്ട് ഉടൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന ആവശ്യമാണ് ഹജ്ജ് തീർത്ഥാടകർക്കുള്ളത്. മലയാളികളിൽ ഒരാൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. നമസ്കാരം. താങ്കൾ അവിടെ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പേര്? ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ? ഇത് ഞങ്ങളൊരു ലോഡ്ജിലാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ വിചാരിച്ച രീതിയിലേ ഈ അർമല്, അതായത് അവിടെ പോയി സിയാറത്ത് ചെയ്യാനോ അവിടെ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പൊ താമസിക്കുന്ന ഒരു ലോഡ്ജിൽ തന്നെയാണ്. പുറത്ത് അങ്ങനത്തെ ഒരു പ്രയാസത്തിലാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും ത്യാഗം ചെയ്ത് വന്നിട്ട് ഹറമിൽ പോകാൻ പറ്റാത്ത ചുറ്റുപാട് വന്നാലേ അതൊക്കെ ഒരു പ്രയാസം തന്നെയാണല്ലോ. അപ്പൊ ഇത്രയും കാശൊക്കെ മുടക്കി നമ്മളൊരു പുണ്യ സ്ഥലത്ത് വന്നിട്ട് അവിടേക്ക് ചെല്ലുമ്പോ ഈ പറയുന്ന റുസ് കാർഡ് എന്ന് പറഞ്ഞ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അവർ പലരും ചെക്ക് ചെയ്ത് കുടുങ്ങിയാൽ തന്നെ ഇനി 2-3 ദിവസം, അതായത് വെള്ളിയാഴ്ച മിക്കവാറും ഇവിടുന്ന് ഞങ്ങളെ പുണ്യകർമ്മത്തിന് വേണ്ടിയിട്ട് പുറപ്പെടാൻ നിൽക്കുകയാണ് മീനായിൽ പോയിട്ട് അത് കഴിഞ്ഞാലാണല്ലോ അതിന്റെ പിറ്റേ ദിവസമാണല്ലോ ഹജ്ജ് കർമ്മം. അപ്പൊ ഇവര് എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും കണ്ട ഈ രേഖ ഇല്ലാതെ ബാക്കിയുള്ള രേഖകൾ ഉണ്ടായിട്ട് അത് താല്പര്യമില്ല. ഈ നുസ്കാർഡ് വേണമെന്നാ പറയുന്നത്. അതുകൊണ്ട് കണ്ടമാനം ആൾക്കാർ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ലോഡ്ജില്. ഈ നുസുക്ക് കാർഡ് ഇല്ലാത്തതാണോ പ്രശ്നം? അത് ഈ ഓൺലൈനായി ഉള്ള കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണോ അധികൃതർ പറയുന്നത്? നിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നു? അല്ലല്ല, ഓൺലൈനായിട്ട് ഞങ്ങൾ കാർഡായിട്ട് തന്നെ നമ്മളെ കൗത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ്. അത് കാണുക തന്നെ വേണം അവർക്ക്. അത് ഓൺലൈൻ ലോഡ് ചെയ്ത കാർഡ് അവര് സ്വീകരിക്കുന്നില്ല. ഇതിന് കാർഡായിട്ട് തന്നെ ഞങ്ങൾക്ക് കൗത്തിൽ തൂക്കിയിടണം എന്നാ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 2-3 ആൾക്കാർ ഇതിൽ പിടിച്ചുകൊണ്ട് അവര് കുറെ സമയം സ്വീപ്പായതിന്റെ ശേഷം തിരിച്ചു വിട്ടതാണ് റൂമിലേക്ക്. ചിലരെ വിടാത്തവരും ഉണ്ട്. പ്രിന്റ് ഔട്ട് എടുക്കാനോ മറ്റോ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ? നിങ്ങൾക്ക് അത്തരത്തിലുള്ള സഹായം വല്ലതും ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? എംബസി അധികൃതരോ മറ്റോ ബന്ധപ്പെട്ടിരുന്നോ? അവരാരും ഇല്ല, എംബസി അധികൃതരും ഇതിൽ ഇടപെട്ടിട്ടില്ല ഇതുവരെ.
അതായത് ഞങ്ങൾക്ക് ക്യാപ്റ്റനായി വന്ന അമീറിന് വരെ കിട്ടിയിട്ടില്ല. ഇന്ത്യനെ നമ്മളെ ഈ ബാച്ചിനെ പ്രതികരിച്ച് സർക്കാരിന്റെ ലെവലിൽ വന്ന ആൾക്ക് വരെ ആ കാർഡ് കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു പോകുമ്പോൾ 200 നിങ്ങൾക്ക് ഇത് ആൾക്ക് അറിയില്ലായിരുന്നു എന്നാണോ? അല്ല, ഈ ഒരു നിയമം എന്താണ് സർക്കാർ എങ്ങനെ ഇതിന്റെ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആളെ 200 ആൾക്ക് വെച്ച് ഒരു ക്യാപ്റ്റനെ വിടും. അത് ആ ക്യാപ്റ്റന് വരെ ഈ രേഖ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ അയാൾക്ക് വരെ പോകാൻ പറ്റാത്ത അയാളെ തന്നെ പുറത്തു പോയപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അവര്. ഏതായാലും മലപ്പുറം ജില്ലാ കലക്ടർ പറഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുന്നു എന്നാണ് പറഞ്ഞത്. കരിപ്പൂരിൽ നിന്ന് പോയവരാണല്ലോ നിങ്ങൾ, അത് അദ്ദേഹം പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടോ? ഏതായാലും സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ വാർത്ത നൽകിയ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഒരു ശ്രദ്ധയിൽ ഇത് വരുമെന്ന് തന്നെ കരുതുന്നു. നിർബന്ധമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ തീർച്ചയാക്കാൻ ഞങ്ങൾക്ക് പുണ്യ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇനി വെള്ളിയാഴ്ച ഉച്ചക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകും. അതായത് പുണ്യകർമ്മം നടക്കേണ്ടത് ശനിയാഴ്ച ഉച്ച മുതലാണ്. അപ്പൊ അവര് ഈ ബസ് ഞങ്ങൾ ഇവിടെ ഒരു മുത്തവപ്പിന്റെ, അതായത് ഇവിടുത്തെ സർക്കാരിന്റെ മുത്തവപ്പിന്റെ കീഴിൽ വന്ന ആൾക്കാരാണല്ലോ. അവര് ഞങ്ങളെ ഇവിടുന്ന് ബസ്സിൽ കയറ്റി അവിടെ കൊണ്ടുപോകും. പക്ഷെ അതിന്റെ മുമ്പൊന്ന് അവിടെ വെളിയിലിറങ്ങി നടക്കണമെങ്കിൽ, സ്വതന്ത്രമായിട്ട് നടക്കണമെങ്കിൽ ഈ കാർഡ് ഇല്ലാഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ താമസിക്കുന്ന സ്ഥലത്തൊക്കെ താമസിക്കുന്ന സൗകര്യം ഉണ്ടാവുന്ന പ്രശ്നമില്ല. ഈ ഒരു വിഷയമാണ്. ഇതിനിപ്പോ ഞങ്ങൾ ഉദ്ദേശിച്ച് വന്ന കാര്യത്തിന് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത, കാരണം ചെക്ക് ചെയ്ത് കുടുങ്ങിയാൽ ഇവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ. അപ്പൊ അതിലാണ് പ്രയാസം. ഇഷ്ടംമാതിരി സ്ത്രീകളുണ്ട്. നല്ലൊരു ശതമാനം, 70% സ്ത്രീകളാണ്. അതും പ്രായമായവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? 80 വയസ്സ് 85 വയസ്സ് വരെ ആൾക്കാരുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ എംബസി ഉദ്യോഗസ്ഥരോ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നോ? കാരണം ഈ സർക്കാർ പ്രതിനിധിയായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ അവരുടെ ഒരു നോട്ടം ഉണ്ടാകുമല്ലോ. അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഔദ്യോഗികമായിട്ട് ഇത് ആരും ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇത് ഞങ്ങളെ ഏൽപ്പിച്ച, ഞങ്ങൾക്കൊരു ക്യാപ്റ്റനായി വരുന്ന ആൾ വരെ ബന്ധപ്പെടുന്നു. പക്ഷെ ഔദ്യോഗികമായിട്ട് ഇതുവരെ ഞങ്ങളെ ഇവിടെ വന്നിട്ട് ആരും അന്വേഷിക്കുകയോ പിടിക്കുകയും ചെയ്തിട്ടില്ല. ഇനി ഞങ്ങൾ അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് ഇതുവരെ ആ കാർഡായിട്ട് തന്നെ കിട്ടണം എന്നാ പറഞ്ഞത്. അല്ലാതെ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തത് കാണിച്ചു കൊടുത്തിട്ട് വരെ ഇവര് ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ സമ്മതിച്ചിട്ടില്ല. ഇതിന്റെ കാർഡ് തന്നെ കൗത്തിൽ തൂക്കിയിടണം എന്നാ പറഞ്ഞത്. താങ്കൾ ആദ്യമായാണോ ഈ ഹജ്ജ് തീർത്ഥാടനത്തിനായി അവിടെ എത്തിയിരിക്കുന്നത്? മുൻപ് വന്നവർക്കൊക്കെ അവർക്കൊക്കെ ഇത് അറിയാമായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇങ്ങനത്തെ ഒരു കാർഡ് വേണം എന്നുള്ളത് ഇവിടുന്നാണ് അറിയുന്നത്. നമ്മളിപ്പോ ഹജ്ജ് ഹൗസിൽ നിന്ന് വരെ ഇത്തരം ഒരു കാർഡ് ഉണ്ട് എന്നുള്ള ഇങ്ങനത്തെ കർശനമാണ്, ഇതാണ് നിയമത്തിൽ അംഗീകരിച്ചതെന്നൊന്നും ഇതുവരെ ആരും അറിയില്ല. ഞങ്ങൾക്ക് രേഖകളൊക്കെ ഇതിന്റെ മുത്തവപ്പിന്റെ കയറുള്ള സർക്കാരിന്റെ രേഖ ഒക്കെ ഞങ്ങളെ കയ്യിൽ വേറെ ഇഷ്ടമായിട്ടുണ്ട്. വിസ ഉണ്ട്, വിസന്റെ കോപ്പികളുണ്ട്, പിന്നെ കൈമല് കരിക്കാനുള്ള വളകളുണ്ട്, അതിലെല്ലാം രേഖകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ രേഖനെ പറ്റി ആരും ഇതുവരെ ഇവിടെ വന്നപ്പോഴാണ് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. ഇത് വെളിയിൽ ഇറങ്ങാൻ മറ്റേ രേഖ കാണിച്ചു കൊടുത്തിട്ടാവുന്ന അവർ അംഗീകരിക്കില്ല. താങ്കളുടെ പേരെന്താണ് സർ? താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അബ്ദുൽ അസീസ്. സാർ, തീർച്ചയായും ഞങ്ങൾ ഈ വിഷയം ഏതായാലും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വെക്കുന്നുണ്ട്. റിപ്പോർട്ടർ TV താങ്കളോട് സംസാരിച്ചതും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ തന്നെ ഈ വിഷയം അറിയാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 150-ലധികം പേരാണ് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ അവിടെ മക്കയിൽ തുടരുന്നത്. വെള്ളിയാഴ്ചയാണ് അവർക്ക് പുണ്യകർമ്മങ്ങൾക്കായി പുറത്തിറങ്ങേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ നുസു കാർഡ് ഇല്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നാണ് ഇപ്പോൾ തീർത്ഥാടകനായ അബ്ദുൾ അസീസ് തന്നെ റിപ്പോർട്ടർ TV സംസാരിച്ചതും. TV പ്രസാദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തത്. മറ്റു ചില